ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഷിംലയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നല്ല മുട്ടം പണി തന്നെ കിട്ടും, ഒരു സംശയമാണ്. അപ്പോൾ അങ്ങനെ ഉച്ചക്കൊരു 12:30-1 മണിയാകുമ്പോൾ ഞാൻ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി അടുത്തത് നമ്മൾ ഷിംലയ്ക്കുള്ള ബസ് കിട്ടണം. അപ്പോൾ ഷിംലയ്ക്കുള്ള ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് സെക്ടർ 43 എന്ന് പറഞ്ഞ ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറണമെന്നാണ്. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെക്ടർ 43 ബസ് സ്റ്റേഷനിൽ പോകാനാണെങ്കിൽ നമുക്കിവിടെ 2 ഓപ്ഷനാണുള്ളത്. 1 ഓട്ടോ, 2 ബസ്. ഈ റൂട്ടിൽ ബസ് ഓടുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചത്. അപ്പോൾ ഓട്ടോറിക്ഷ അങ്ങനെ ഒപ്പിച്ച് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കയറിയ ഓട്ടോറിക്ഷയിൽ ആൾക്ക് വേറെ ആളൊന്നും കിട്ടില്ല. ഒരാൾക്ക് തന്നെ 100 റുപ്യ വാങ്ങുന്നുണ്ട്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ബസ്സിനാകുമ്പോൾ വെറും 20 റുപ്യേൻ്റെ റൂട്ടിലാണ് ഇയാൾ ഓരോരുത്തരും 100 വാങ്ങിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗ്യത്തിനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ആളൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ തന്നെ ബസ് സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും എല്ലാം കാണിച്ചു തന്നെ, പോകാനുള്ള റൂട്ടെല്ലാം കാണിച്ചു തന്നിട്ട് ബസ്സിന് വയ്ക്കുന്ന. അപ്പോൾ അത് നമുക്കൊരു കാര്യമായി. ഈ ചണ്ഡീഗഡ് സിറ്റി ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇരിക്കാന്നല്ലാതെ അത്രയും അടിപൊളി ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. റോഡിൻ്റെ സൈഡുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് മാവുകളാണ്, നല്ല കാഴ്ചിക്കണ മാവ്. 2 സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. റോട്ടിലൊന്നും ബെൻസ്, ഫോർച്യൂണർ, ഇന്നോവ അല്ലാതെ ലക്ഷറി വാഹനങ്ങളെല്ലാം ഒന്നും കാണാനായില്ല. റോഡിൻ്റെ 2 സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ല നിബിഡമായ മാവിൻ്റെ തോട്ടങ്ങളാണ്. മാങ്ങ വിളവെടുപ്പിൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട്. ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ ഷെഡ്യൂൾ കെട്ടിയിലൊക്കെ മാങ്ങ അങ്ങനെ കൂട്ടിയിട്ടിരിക്കണം. ഈ സെക്ടർ 43 ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടുന്ന് ഈ ഏരിയയിലുള്ള വലിയ വലിയ സിറ്റികൾക്കൊക്കെ ബസ്സുണ്ട്. അതായത് ഡൽഹി, കുളു, മണാലി, ഷിംല അങ്ങനെ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ട് എടുക്കണം. അതായത് ഈ HRTCൻ്റെ ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അത് ഓർഡിനറി ബസ്സാണ്, കാണാൻ വലിയൊരു ലുക്കൊന്നുമില്ല കേട്ടോ, പക്ഷെ എന്നാലും രസമാണ്. അപ്പോൾ ഷിംല വരെ എനിക്ക് പോകാനുള്ള ബസ്സിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 250 റുപ്യ ഉണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 7 മണിക്കൂറിൻ്റെ ട്രാവലുണ്ട്. ബസ്സിലെ റോട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 2-2:30 ആയപ്പോൾ ബസ് പതുക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബസ്സിൽ ഒരു കച്ചവടക്കാരൻ കാര്യം, മുമ്പൊരു കച്ചവടം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തേങ്ങാപ്പൂളാണ് കേട്ടോ. ആൾക്കാരൊക്കെ അത് ഭയങ്കര സംഭവമായിട്ട് വാങ്ങി തിന്നുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി ഇത് അത്യാവശ്യം ഡിമാൻഡുള്ള സാധനമാണ് ഇവിടെ. നമുക്ക് സുലഭമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില അറിയാത്തുണ്ടായി. 7 മണിക്കൂറാണ് ഞാൻ ഷിംലയിൽ എത്തുന്നുള്ളത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയ വിവരമാണ് കേട്ടോ. പക്ഷേ സമയം ഏകദേശം ഒരു രാത്രി ആയിട്ടുണ്ട്. ഇപ്പോഴും ഏകദേശം പകുതി റൂട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പോയിട്ട് ചോദിച്ചു നമ്മൾ എപ്പോഴാണ് അപ്പോൾ ഷിംലയിൽ എത്താന്ന്. അപ്പോൾ ആൾ പറഞ്ഞു 12 മണിൻ്റെ മുമ്പ് എന്തായാലും എത്തായിരിക്കും. ശരി എന്നാൽ. ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തി. പക്ഷേ ചായക്കടനേക്കാളും കൂടുതൽ ഇവിടെ ചാരായക്കടയാണ് കേട്ടോ. അപ്പം അങ്ങനെ രാത്രി ഒരു 10-11 മണിയോട് കൂടി നമ്മൾ ഷിംലയിലെത്തി. അപ്പോൾ ഷിംല ഓൾഡ് ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തുന്നത് ഓൾഡ് ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങിക്കോ. അപ്പോൾ എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷിംല ന്യൂ ബസ് സ്റ്റാൻഡിൽ പോകാം. അപ്പോൾ അവിടെ ആകുമ്പോൾ ചിലപ്പോൾ നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ ഷിംല ന്യൂ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ കുട്ടി പോലും ഇല്ലാത്തൊരു വിജനമായ ഒരു ബസ് സ്റ്റാൻഡ്. അപ്പോൾ അതിൽ 1-2 ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഷോപ്പ് പോയി ചോദിച്ചു ഇവിടെ താമസത്തിന് സ്ഥലങ്ങളും നല്ലതും. അപ്പോൾ പറഞ്ഞാൽ ഉണ്ടല്ലോ, താമസത്തിന് റൂമുണ്ട്, വാ ആരെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ഈ ഷോപ്പിൻ്റെ ബാക്കിൽ ഷെഡ് ഇട്ടിട്ട് അതിലൊരു ബെഡ് ഇട്ടിട്ട് ഇതാണ് റൂം. അപ്പോൾ ബാത്റൂം പുറത്ത്. എത്ര റെൻറ്റ്? 2000. ശരി എന്നാൽ. അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ വേറെ എവിടെയാണ് റൂം കിട്ടുകയെന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ നടക്കുമ്പോണ്ട് പുറത്ത് എന്നെപ്പോലെ തന്നെ അന്തം വിട്ട് കുന്തം വേങ്ങി ഒരു സർദാർജിയും വൈഫ് നിൽക്കണം. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു. ഷാർജയിൽ ജോലി ചെയ്യണ ഒരു സർദാർജി ഹണിമൂണിന് വന്നാണ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യും എന്ന് പോയി, അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ അന്നേരം പറഞ്ഞു നമുക്ക് ഓൾഡ് ബസ് സ്റ്റാൻഡ് ഏരിയ പോവാം, അവിടെയാണ് റൂമും ഹോട്ടൽസൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. വരാമോ? എങ്ങനെ പോകും? അപ്പം അങ്ങനെ നമ്മളൊരു ഷെയർ ടാക്സിയൊക്കെ ഒപ്പിച്ച് നമ്മൾ കയറി ഓൾഡ് ബസ് സ്റ്റാൻഡിലെത്തി. ഓഫ്ലൈനും ഓൺലൈനും എല്ലാം തപ്പി, എല്ലാ റൂമും ഫുള്ളാണ്. അങ്ങനെ അവസാനം നമ്മളൊരു ഏജൻറ്റിനെ കിട്ടി. ഏജൻറ്റ് പറഞ്ഞു 3000 റുപ്യ റൂമിന്. അപ്പോൾ ഓക്കെ, 3000 3000.
അങ്ങനെ നമ്മളെന്ത് ചെയ്ത് പോയി നോക്കുമ്പോൾ ആകെ ഒറ്റ റൂമേ ഫ്രീ ഉണ്ട്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അവർ ഫാമിലിക്ക് കൊടുത്ത് ഞാനിങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്, നീ എവിടെ കിടക്കും എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ പാർക്കിംഗ് ഏരിയയിൽ ഞാൻ പോയി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് വണ്ടികളൊക്കെ ഇട്ട് അതിൻ്റെ സ്പേസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ പട്ടികളാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനിവിടെ കടന്നു കഴിഞ്ഞാലും ഈ ഷിംലയ്ക്ക് ട്രിപ്പിനന്ന് പട്ടി അടിച്ച് നാട്ടിൽ പോകുന്ന സീനൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു അനക്കം കണ്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ കുറേ ടീംസ് ഉണ്ട് ഇതേപോലെ വന്ന് കിടക്കുന്നു, നമ്മളെപ്പോലെ തന്നെ കിടപ്പാടൊന്നും കിട്ടാതെ സീഡായത്. അപ്പോൾ പിന്നെ എനിക്കും ധൈര്യമായി. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഇവരെക്കാളും കുറച്ച് VIP സെറ്റപ്പിൽ ഞാൻ ആ ടേബിളിൻ്റെ മേലെ കയറി കിടന്ന് അങ്ങനെ നേരെ വിളിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് ആ പാർക്കിംഗ് ഏരിയ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, രാവിലെ നീച്ചൊരു 10-20 റുപ്യ എടുത്താലും നമുക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഒരു 20 റുപ്യ എടുത്ത് കുളിയും പല്ല് തപ്പോൾ കഴിച്ച് എന്താ ഭക്ഷണം കഴിക്കാൻ അവിടെ പോകാന്നുള്ള ലെവലിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ പട്ടി സാറുമാരൊക്കെ അവിടെ തന്നെ ഉണ്ട്, ആരും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഈ ഷിംലൻ്റെ താഴ്വരൻ്റെ ഒരു സൈഡിലാണ് ഈ പാർക്കിംഗ് നടക്കുന്നത് കേട്ടോ. നല്ല ഒരു അസാധ്യ വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയാൽ. ഒരു കണക്കിന് ഇന്നലെ റൂം ഇട്ടാൽ നന്നായി പോയി തോന്നിയിട്ട് അതിൻ്റെ മേലെ കയറി ആ വ്യൂ, രാവിലത്തെ ആ വ്യൂവും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അധികം പൈസ ചിലവില്ലാതെ ഒരു എക്കണോമി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഷിംലയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർക്കിംഗ് ഏരിയ നല്ലൊരു ഓപ്ഷനാണ്. ഒരു ടെൻറ്റും കൂടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ സോളോ ആകുമ്പോഴേ ചെറിയൊരു സേഫ്റ്റിൻ്റെ പ്രശ്നമുള്ളൂ. അപ്പോൾ കുറച്ചൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ താമസിക്കട്ടെ. അപ്പം അങ്ങനെ ബാഗും പെട്ടിയൊക്കെ റെഡിയാക്കി ഞാൻ ഷിംലൻ്റെ കാഴ്ചകളൊക്കെ ഇറങ്ങാനും വേണ്ടി ഇങ്ങനെ നിൽക്കാറ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ ഒരു താഴ്വരാൻ്റെ കാഴ്ച ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് ആ വൈക്കൊന്ന് പോയി. ഈ രാവിലത്തെ ഈ നേരം വെളുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഈ ഷിംലൻ്റെ ഈ വ്യൂ ഉണ്ടല്ലോ, അതൊരു അസാധ്യ വ്യൂ ആണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വശ്യത ഉണ്ടായിന്.